ചാനല് ലക്ഷ്മി ഒരു ഒരു അലിഗേഷൻ കൊണ്ടുപോയി പെർവേർട്ട് പോലെ അവര് ഡീൽ ചെയ്തു. കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവൻ എന്നൊക്കെ പറയുന്നു. അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസ് കുറെ കണ്ടു അല്ലെ, നമ്മള് എല്ലാവരും ആ വീഡിയോസ് കുറെ കണ്ടു. അതില് ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതായത് അയാൾ വീഴാൻ പോകുമ്പോ പെട്ടെന്ന് ആ ഒരു റിഫ്ലക്സ് ആക്ഷനിൽ അയാൾ വയറിന്റെ അവിടെ കൈവച്ചിട്ട് വീഴുന്നത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി അയാൾ സോറി പറയുന്നുണ്ട്. ആ സോറി പറയുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ അയാൾ പറയുന്നുണ്ട് ഞാൻ അപ്പൊ തന്നെ സോറി പറയുകയും ചെയ്തു. പിന്നെ ആ ഒരു സിറ്റുവേഷൻ നോക്കണം. ആ സിറ്റുവേഷനിൽ ഇവര് ഇവരെല്ലാരും ഇങ്ങനെ ആ വർഷത്തിനിടയിൽ ഇവര് ഇങ്ങനെ അതിലെ നടന്നു പോകുമ്പോൾ ഒട്ടും സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോഴാണ് അയാൾക്ക് സംഭവിക്കുന്നത്. അയാൾ അപ്പൊ തന്നെ അത് റിഫ്ലക്സ് ആക്ഷനിൽ അത് ചെയ്തെങ്കിലും അയാൾ സോറി, അതാണ് അയാളുടെ ഒരു സംസ്കാരം. അപ്പൊ മസ്താനിക്ക് ഇത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. അവരിത് പ്രൈവറ്റ് ആയിട്ട് പറയാന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് അതും ഒരു ഗെയിമാണ്. പ്രൈവറ്റ് ആയിട്ട് ഒനീലിനെ വിളിച്ച് സംസാരിക്കുക. അപ്പോഴും ഈ ബിഗ് ബോസിന്റെ അകത്ത് ക്യാമറകളൊക്കെ ഉണ്ടല്ലോ. ഈ ക്യാമറകളുടെ അകത്തൊക്കെ വെച്ചിട്ട് ഈ ഒനീലിനെ കൊണ്ട് എന്തെങ്കിലും സ്ലിപ്പിംഗ് വായിന്ന് സ്ലിപ്പിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കയറി പിടിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു പ്രൈവറ്റ് ടോക്കിന് വേണ്ടി മസ്താനി ശ്രമിച്ചത്. പക്ഷേ ലക്ഷ്മിക്ക് ഇവിടെ പറ്റിയെന്ന് വെച്ചാൽ അവര് അപ്പ തന്നെ മാക്സിമം മുതലാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവര് അപ്പ തന്നെ അങ്ങോട്ട് പ്രവർത്തിക്കുന്നത് ഒനീലിന്റെ അടുത്ത് മൈക്കിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു സീൻ അവിടെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം അവിടെ അവരെ കുറച്ച് ഇരുന്നിട്ട് അവര് സ്വന്തമായിട്ടൊന്ന് റിവീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അബദ്ധമാണ്. ശനിയാഴ്ച മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും പണി. കാരണം ഒനീല് സ്ട്രോങ് ആണ്. അയാൾ അപ്പൊ തന്നെ ക്യാമറയുടെ മുമ്പിൽ പോയി പറയുന്നുണ്ട് എനിക്കിത് പബ്ലിക്കിന് മുമ്പിൽ ഈ വീഡിയോ ഇന്നിപ്പോ നമ്മള് ലൈവ് വീഡിയോയിൽ നോക്കുമ്പോൾ ഇവര് ഓരോരുത്തർക്കും നടന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ പ്രശ്നത്തിൽ ഞാൻ തന്നെയാണ് ഗിൽറ്റി, എനിക്ക് പറ്റിയൊരു തെറ്റാണ്, മറ്റതാണ് മറിച്ചതാണ്. മോഹൻലാലിന്റെ ഒരു ഷോ വരുമ്പോൾ എനിക്കിത് ചിലപ്പോൾ ഇതുപോലെ ഇത്രയും സ്പേസ് കിട്ടില്ല വിവരിക്കാനായിട്ട്. അത് കാരണമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ. പക്ഷെ ഇത് എന്ത് വന്നു കഴിഞ്ഞാലും ഇതിങ്ങനെയൊന്നും സോറി പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമില്ല. കാരണം ഒരാൾക്ക് മാക്സിമം ഡാമേജ് ഉണ്ടാക്കി കൊടുത്തിട്ട്, അതായത് അയാൾ ആ കൺഫെഷൻ റൂമിൽ വന്നിരുന്ന് കരയുന്നത് കാണുമ്പോൾ നമുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു നമ്മുടെയും കണ്ണുകൾ നിറഞ്ഞു. കാരണം ഈ ഒനീലിനെ പറ്റി നമുക്ക് അങ്ങനെ ഒരു ഇമേജിന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവിടെ അയാൾ സംസാരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ പണ്ട് മറ്റേ റാണ ഫാത്തിമയോടൊക്കെ വളരെ മോശമായിട്ട് ചില വാക്കുകൾ ഉപയോഗിച്ചു. ഇവിടെ അത് അന്ന് അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഉപയോഗിക്കാൻ. കാരണം ഈഗോ വർക്കൗട്ട് ആയല്ല. കാരണം ഒരു കൊച്ചു പെണ്ണ് അയാളുടെ അടുത്ത് വന്നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ അയാളുടെ കൈ വിട്ടുപോയി. ഇവിടെ ഇയാള് ഈ ലക്ഷ്മിയെ നീ പോയി പുല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത്രയെങ്കിലും അയാൾ പറഞ്ഞല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോ മോഹൻലാലിന്റെ എപ്പിസോഡിൽ വന്നിട്ട് ഈ ലക്ഷ്മി ഞാൻ ഗിൽറ്റിയാണ്, ഞാൻ മാപ്പ് പറയുന്നു അല്ലെങ്കിൽ സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാൻ നോക്കിയാൽ എൻ്റെ ഒരു അഭിപ്രായത്തില് ഇവരെ നാളെ തന്നെ പുറത്താക്കണം. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതേ ഒരു 2-3-4 സീസണിന് മുമ്പാണ്. അതായത് അന്ന് നമ്മുടെ ഒരു ഫേമസ് സംവിധായകൻ ചേരനാണ് ഇതിൻ്റെ അകത്തൊരു രക്തസാക്ഷിയാവാൻ പോയത്. അതായത് അന്നൊരു കണ്ടസ്റ്റന്റ് ഒരു ലേഡി വന്നിട്ട് ഇതുപോലൊരു സംഭവം, അതൊരു ടാസ്കിന്റെ ഇടയിൽ ഒരു പിടിയും വലിയും നടക്കുന്ന സമയത്ത് ചേരനെ ഇതുപോലെ ഈ ലേഡി ഒരു ഫോൾസ് ആയിട്ട് ഒരു അലിഗേഷൻ നടത്തി. അയാൾ മനഃപൂർവ്വം കയറി തന്നെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അന്ന് കമൽഹാസനാണ് ഹോസ്റ്റ്. അയാള് അന്നത്തെ ആ ആഴ്ചയിലെ
റിവ്യൂവിൽ തന്നെ എപ്പിസോഡിൽ വന്നിട്ട് അയാൾ ആ വീഡിയോ പ്ലേ ചെയ്ത് എല്ലാവരെയും കാണിച്ചു. അതിൽ ചേരൻ ഇന്റൻഷനലി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആയിട്ട് മനസ്സിലായി. അന്ന് തന്നെ അന്ന് തന്നെ ഈ ലേഡിയെ അവിടുന്ന് പുറത്താക്കി. അത് വോട്ടിങ്ങിന്റെ ബേസിലാണ്. കാരണം തമിഴ്നാട്ടിലുള്ള പ്രേക്ഷകര് നമ്മുടെ മലയാളികൾക്കും കൂടി വൈകാരികമായിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ അവര് നോക്കിയപ്പോ ഒരു പാവം മനുഷ്യനെ ഇതുപോലെ ഒരു ഫാൾസ് അലിഗേഷനിൽ പെടുത്തി അയാളെ ഡാമേജ് ചെയ്യാൻ നോക്കിയ ഒരുത്തിയെ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവളെ മാക്സിമം വോട്ട് ചെയ്യാതെ അവരെ പുറത്താക്കി. ആ വീക്കെൻഡിൽ അവർ പുറത്തായി. അപ്പൊ അതുപോലെ ഇവിടെ ലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വോട്ടിംഗ് ബേസിൽ പുറത്താക്കാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ഇതുപോലൊരു ഫോൾസ് അലിഗേഷൻ നടത്തിയതിന് അത് എന്ത് സോറി പറഞ്ഞാലും തീരുന്ന ഒരു പ്രശ്നമല്ല. കാരണം അത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒനിയില് പുറത്തു വന്നതിന് ശേഷം ഇവർക്കെതിരെ ഡീഫമേഷന് കേസ് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഇവരെന്ത് സോറി പറഞ്ഞാലും കാര്യമില്ല. കാരണം അയാൾക്ക് പറ്റിയൊരു ഡാമേജ് തിരുത്താനായിട്ട് ഈ സോറി കൊണ്ടൊന്നും തീരില്ല. കാരണം കുറെ ആരും ഇപ്പൊ ഈ സോറി പറയുന്നതൊന്നും എല്ലാവരും കേൾക്കണമെന്നില്ല, എല്ലാവരും അറിയണമെന്നില്ല. അപ്പൊ അയാൾക്ക് പറ്റിയൊരു ഡാമേജ് തന്നെയാണ്. അത് തിരുത്തണമെങ്കിൽ ഇവർക്ക് കാര്യമായ ശിക്ഷ തന്നെ കിട്ടണം.